ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2-3 ഡിസിപ്ലിൻ ചാലഞ്ചസ് നമുക്ക് വീഡിയോ ആക്കി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഡേ 9 പോമഡോറോ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതായിരുന്നു. സോ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഡേ 1 to ഡേ 11-12 വരെയുള്ള ഏകദേശം ചാലഞ്ചസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നുള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ 8:55 പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം വരുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷാണ് നോക്കുന്നത്. കൂട്ടത്തിൽ ഡേ 15 ചലഞ്ചും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഡേ 12 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് മോർണിംഗ്. ഇതെന്തായിരുന്നു ആ ചലഞ്ചസ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ടിരുന്ന 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇട്ടിരുന്ന വീഡിയോ ഉണ്ട്. അതായത് എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഡേ 11 വീഡിയോ വരുന്നുണ്ട്. അത് ഞാൻ ഷോർട്സ് ആക്കി തന്നെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അത് 60 സെക്കൻഡ്സ് പ്ലസ് വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. ഡേ 16 ചലഞ്ച് നമ്മുടെ ഗോൾസിന് അലൈനല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയുന്നതാണ്. സോ ആ ചലഞ്ച് എനിക്ക് വീഡിയോ ആക്കി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ചലഞ്ച് വീഡിയോ ആക്കി ചെയ്യുന്നില്ല. അതിൽ പല ചലഞ്ചസ് ഉണ്ട് കേട്ടോ വീഡിയോ ആക്കി ചെയ്യാൻ പറ്റാത്തത്. മോസ്റ്റ് ചലഞ്ചസും വീഡിയോ ആക്കി ചെയ്യാൻ പറ്റാത്തതാണ്. ഭയങ്കര കുഞ്ഞു കാര്യങ്ങളാണ് ഡിസിപ്ലിൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡേ 17 ചലഞ്ചും അത് തന്നെയാണ്. അതും ഇതുപോലെ ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഡേ 17 മാത്രമല്ല, ഡേ 16 അതുപോലെയാണ്, ഡേ 25, ഡേ 24, ഡേ 20, ഡേ 27, ഡേ 18-ഉം ഡേ 15-ഉം ഈ ഒരു നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് തന്നെ ആ ചലഞ്ച് രണ്ടും പോകുന്നുണ്ട് കേട്ടോ. ഡേ 13 ചലഞ്ച് അത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ചലഞ്ചസാണ് നമുക്ക് ഡേ 30 വരെയുള്ള ചലഞ്ചസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്. ഇത് വീഡിയോ ആക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞത്. വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ ആക്കി തന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ ദേ പൊമഡോറോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ള പഠിത്തമാണ് ഇപ്പോൾ കാണുന്നത്. കൂടെ ഡേ 15-ഉം അതുപോലെ ഡേ 18 ചലഞ്ചും പോകുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ 8:55 നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്തത്. അത് 9:30 വെച്ചിട്ട് 9:30 അല്ല 9:25 9:25 നിർത്തിയിട്ട് 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പൊമഡോറോ ടെക്നിക്ക് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പൊമഡോറോ ടെക്നിക്കും 30 മിനിറ്റ്സ് ഡീപ്പ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരിതും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി സ്പേസിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ചും ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയും നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാലഞ്ചസ് കൂടി ചേർത്തിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തുള്ളൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.